ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു പോർഷൻ കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം. അതായത് ഒരു റൂമും ഒരു ബാത്റൂമും കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് വെൻറ്റിലേഷൻ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത് ഈ ഒരു റൂമും ഈ ബാത്റൂമിൻ്റെ ഔട്ട് സൈഡും പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നാണ്, ഫുള്ള് ഔട്ട് സൈഡും അകം. പിന്നീട് വന്നപ്പോഴാണ് ഇവിടെ രണ്ട് ജനലുണ്ട്, അപ്പോൾ ജനൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഡേ നിന്നാൽ തീരില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഡേയും നൈറ്റും, ഒരു മേസ്ത്രി ഒരു ഹെൽപ്പർ, അപ്പോൾ ഒരു ഡേയും നൈറ്റും കൂടി നിന്ന് നമ്മളിത് ചെയ്യാനുള്ളൊരു ഉദ്ദേശമാണ്. അതായത് ഈ കാണുന്ന ഇത്രയും പോർഷൻ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന രണ്ട് ജനൽ വെക്കണം. അപ്പോൾ ഇത് ആദ്യം ജനൽ വെക്കേണ്ടെന്നാണ് പറഞ്ഞത്, പിന്നീട് വന്നപ്പോഴാണ് ഇവിടെ ഈ ജനൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതും കൂടി അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇരുമ്പിൻ്റെ ഇത് വെച്ച് വെള്ളി ഇത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യുന്നത്, ഡോറും ജനലൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്നും വെച്ച് ഇതിൻ്റെ ക്ലാമ്പ് വരുന്ന ഭാഗം മുഴുവനും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അടിച്ച് ഹോളാക്കി അതിനകത്ത് എന്നാലേ ഇറക്കി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ജനൽ വയ്ക്കുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് സമയം പോകുന്നുണ്ട്. കാരണം നമ്മൾ നൈറ്റ് വർക്ക് എന്ന് പറയുന്നത് ഡേയിൽ നിന്നിട്ട് രാത്രി നൈറ്റ് ഒരു 12 മണിക്ക് മുമ്പേ നമുക്ക് വർക്ക് തീർക്കണം. കാരണം 12 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മളെ ശരീരം അത്രത്തോളം ക്ഷീണിക്കും, നമുക്ക് അടുത്ത ദിവസം വർക്കിന് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത്തിരി സ്പീഡിനാണ് ഇപ്പോൾ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബ്രിക്ക് ആയതുകൊണ്ട് നമുക്ക് ഹോൾ ഇടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാദ്യം ഇവിടെ പ്ലാസ്റ്ററിങ് അല്ല ഉദ്ദേശിച്ചത്, ഇത് കെട്ടി പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. പിന്നെ ക്ലയൻറ്റ് പറഞ്ഞ് ഫുൾ അങ്ങ് പ്ലാസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഫുൾ പ്ലാസ്റ്ററിങ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ജനലിൻ്റെ ക്ലാമ്പും കംപ്ലീറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഫുള്ള് ടൈറ്റ് ചെയ്ത് നമുക്കിത് അടച്ചാൽ മാത്രമേ നമുക്കിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടഫായിട്ടുള്ള വർക്ക് തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ജനലൊക്കെ വെച്ച് പോകുന്നതെങ്കിൽ, ഇതേപോലത്തെ ഫ്രെയിമൊക്കെ വെച്ച് പോകുന്നതെങ്കിൽ നമുക്ക് വർക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പാട്. കാരണം ഒരു 2 പാളിയും ഒരു 3 പാളിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കാമെന്ന് ഒരു വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി സാധാ ഒഴിക്കുമ്പോൾ തന്നെ ഗ്രൗട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഹൈറ്റിലുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ താഴെ നിന്ന് കൈ എത്തുന്നത് വരെ എത്തി അടിക്കാമെന്നുള്ള ഇതിലിരുന്നു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണം. എന്നിട്ട് ഈ ബ്രിക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സിമൻ്റ് അടിയും കൂടി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൽ ഫുള്ള് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ഒരു പരുവം നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ആണ് ഇവിടെ തേക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു കണക്കറിയാൻ പറ്റത്തില്ല, പരുവം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം 12ക്ക് 12 ഈ റൂമിൻ്റെ അളവ് വരുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ നിലയിലാണ് ഇറക്കി. അപ്പം നമ്മൾ ഇതിന് വേണ്ടി സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 ചട്ടി മണൽ 1 ചട്ടി സിമൻറ്റ്. നമ്മൾ സാധാരണ എല്ലായിടത്തും പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നല്ല ഉണക്കമുണ്ടായിരുന്നു. അതായത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ ഒത്തിരി ഉണക്കമുള്ളതുകൊണ്ട് നമുക്ക് ഫുൾ അടിക്കാൻ പറ്റിയില്ല. ഏകദേശം ഇതുപോലെ പകുതിക്ക് അടിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ തൂക്കട്ടയ്ക്ക് ലെവലും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ താഴത്തെ ഈ റെഡ് ബ്രിക്കും ഈ മേളിലത്തെ ഹോളോ ബ്രിക്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് കറക്റ്റ് ഏറ്റല്ലാത്തതുകൊണ്ട് നമുക്കതിൽ കറക്റ്റ് തൂക്കിറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മുഴക്കോല് വെച്ച് ഒരു ലെവൽ എടുത്തിട്ടാണ് നമ്മൾ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് അങ്ങനെ മതി, അവർക്കിത് ഫുള്ളൊന്ന് പ്ലാസ്റ്ററിങ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നത്. അപ്പം
ഒരുപാട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത് കൂടാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാത്തത്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു റൂം രാത്രിയായി, ഈ ഒരു റൂം കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഒരുപാട് വീഡിയോ എനിക്കിതിൽ ഉൾപ്പെടുത്താനും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂടും, വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അത് നമുക്കത് അങ്ങനെ വലുതായിട്ടത് കംപ്ലീറ്റ് ഫുള്ളായിട്ടത് ചേർക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ലെങ്ത് കൂടും. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഉണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിനകം കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിന് അടുത്തത് ഇതിൻ്റെ ഔട്ട്സൈഡാണ്. അപ്പോൾ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടില്ല, കാരണം ഹോളോ ബ്രിക്സ് മാത്രമായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ. ഞാൻ പല വീഡിയോയിലും ഹോളോ ബ്രിക്സ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ അത് ഇട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൗട്ട് അടിച്ചിട്ടുള്ളൂ, കാരണം എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് അടിച്ചത് സിമൻറ്റ് പൊടിയാണ്. കാരണം നമ്മൾ മിക്സ് ചെയ്ത ചാന്ത് കുറച്ച് ലൂസായിരുന്നു, അതല്ല ഈ ചുവരിൽ നമ്മൾ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമൻറ്റ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇപ്പം തന്നെ ഏകദേശം 9 മണി കഴിഞ്ഞു രാത്രി. അപ്പോൾ നമുക്ക് മാക്സിമം 12 മണിക്ക് തീർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ 12 മണിക്ക് തീരണമെങ്കിൽ നമ്മളിതിൽ കുറച്ച് പണി പെൻഡിങ് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സമയത്ത് വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് കാണും. ക്ലയൻറ്റ് കണക്ക് കൂട്ടിയൊരു കണക്ക് തെറ്റിപ്പോവും. കാരണം ക്ലയൻറ്റിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു ഡേ ഒരു നൈറ്റ് 2 മേശിരി 2 ഹെൽപ്പർ പൈസയാവും. അതായത് ഒരു ഡേ ഒരു മേശിരി, ഒരു നൈറ്റ് ഒരു മേശിരി, അപ്പോൾ 2 മേശിരിയായി. ആ ഒരു കണക്കാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വന്ന് ഒരു മേശിരി വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ചാലും ചെയ്ത് തീർത്ത് കൊടുക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു മാക്സിമം ഒരു 1 മണിക്ക് കൊണ്ട് തീരുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഹെൽപ്പറും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ആകപ്പാടെ മൊത്തത്തിൽ തളർന്നു. അതായത് ഈ നൈറ്റൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നൈറ്റ് വർക്ക്, ഈ ഇങ്ങനത്തെ വർക്കുകൾ നൈറ്റ് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ വർക്ക് ചെയ്യുമ്പോൾ ആയിരിക്കില്ല നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെയിൽ കൊള്ളണ്ട അങ്ങനത്തെ ക്ഷീണം ഒന്നും വരത്തില്ല. പക്ഷേ നമ്മളെ ബോഡി വളരെ ക്ഷീണിച്ചു പോകും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് തളർന്നു പോകും. അതുകൊണ്ട് മാക്സിമം നൈറ്റ് വർക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് വളരെ എമർജൻസി വർക്കായത് കാരണം ഞങ്ങൾക്ക് ഡേ അടുത്ത ദിവസം വേറൊരു സൈറ്റിൽ പോകണം. വർക്കുകൾ വേറെ ഒരുപാട് പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് നൈറ്റും കൂടി നിന്ന് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മൊത്തം 5 പാക്കറ്റ് സിമൻ്റ് ആയിട്ടുണ്ട്, ഈ ഔട്ട്സൈഡും വെളിയിലും പ്ലാസ്റ്ററിങ് ചെയ്യാൻ. ഇപ്പം കറക്റ്റ് ടൈം മണി 1ആയപ്പോൾ നമ്മൾ കംപ്ലീറ്റും വർക്കും തീർത്തിട്ടുണ്ട്. കാരണം കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത് കാണുമെന്നറിയാം. അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഈ ഔട്ട്സൈഡ് ബാത്റൂമിൻ്റെ ചുമര് കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു. ഈ കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അകത്തും നമ്മൾ കംപ്ലീറ്റ് വർക്കും പ്ലാസ്റ്റർ ചെയ്തു. ജനലിൻ്റെ മുനയും കുച്ച എല്ലാം നമ്മൾ നല്ല രീതിക്ക് നല്ല ഭംഗിയായിട്ട് പിടിച്ച് അത് തീർത്തിട്ടുണ്ട്. ഇപ്പം സമയം കറക്റ്റ് 1 മണിയായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് പണി സാധനങ്ങളെല്ലാം കഴുകി നമ്മൾ ഒതുക്കി വരുമ്പോൾ എങ്ങനെ പോയാലും 2 മണിയാവും. അടുത്ത ദിവസം നമുക്ക് വേറെ സൈറ്റിലും പോകണം.